ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മോമോസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് മോമോസ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മാവ് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾക്ക് എത്രത്തോളം സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള മോമോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പണിയൊന്നും ഇല്ലാതെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫുഡ് പ്രോസസ്സറിലാണ് കുഴച്ചെടുക്കുന്നത്. നിങ്ങളൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 2-3 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ കുഴക്കാൻ പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഒരു ഓൾമോസ്റ്റ് 1/4 കപ്പ് വെള്ളം, ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം കുഴച്ചെടുത്തിട്ട് പിന്നീട് ഒരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ വെള്ളവും പാകത്തിനായിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ആദ്യം 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്താൽ മതി. പിന്നെ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾസ് വേണ്ട, ചിക്കൻ മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പാണ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വേവിച്ച ചിക്കനാണ് കേട്ടോ ചേർക്കുന്നത്. സാധാരണ മോമോസ് ചെയ്യുമ്പോൾ ചിക്കൻ വേവിക്കാതെ മിൻസ് ചെയ്തെടുത്തിട്ടാണ് ചേർക്കാറ്. അപ്പോൾ ഞാൻ തൽക്കാലം വേവിച്ച ചിക്കന് ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് 1/2 കപ്പോളം. പിന്നെ അതുപോലെ 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചിക്കൻ മാത്രമായിട്ടും ചെയ്യാം, ചിക്കൻ്റെ അളവ് കൂട്ടിയാൽ മതി. അതുപോലെ ഒരു സവാള, മീഡിയം സൈസിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത്. അതുപോലെ ഒരു 2 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം, നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി, പിന്നെ കുറച്ച് മല്ലിയില. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റോസ്റ്റ് ചെയ്തെടുത്ത ക്യൂമിൻ പൗഡറാണ് കേട്ടോ. കുറച്ചൊരു 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ഒരു 1/4 ടീസ്പൂണ്. അതുപോലെ കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം ആവശ്യാനുസരണം. ഒരു 1-2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ലെമൺ ഡ്രോപ്സ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ഈ ഒരു മാവ് ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നമ്മൾ സാധാരണ പൂരിക്കൊക്കെ പരത്തുന്ന പോലെ അത്രയും തിന്നാക്കി പരത്തണ്ട, നല്ലോണം തിന്നാക്കി പരത്തണ്ട കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു പൂരി ചെയ്യുന്ന ആ ഒരു ഷേപ്പിൽ പരത്തി എടുത്താൽ മതി. എന്നിട്ട് ഇതിലോട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഞൊറി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഇത് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ലോണം തിന്നായിട്ട് പരത്തി എടുക്കണ്ട, അതുപോലെ ഒരുപാട് കനത്തിലും പരത്തണ്ട കേട്ടോ. ആ ഒരു മീഡിയം രീതിയിൽ പരത്തി എടുത്താൽ മതി. ഇനി ഇതിൻ്റെ നടുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആ ഒരു വെജിറ്റബിൾ മിക്സ് ചേർത്ത് കൊടുക്കാം. നടുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ, സൈഡിലോട്ടൊന്നും ആവാത്ത. എന്നിട്ട് ഇതുപോലെ ഞൊറിയിട്ട് കൊടുക്കുക. ഞൊറിയിട്ട് കൊടുത്തിട്ട് ഒരു കിഴി പോലെ ആക്കാം. ഒരു കിഴി പോലെ ആകും നമ്മളിങ്ങനെ ചുറ്റും ഇങ്ങനെ ഞൊറിയിട്ട് കൊടുക്കുമ്പോൾ. ഓക്കെ, എന്നിട്ട് ആ ഒരു കിഴി പോലെ ആയാൽ പിന്നെ അതിൻ്റെ ആ ഒരു നടുക്കൊന്ന് കൂട്ടി ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് കൂട്ടി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് മോമോസിൻ്റെ ആ ഒരു ഷേപ്പ്.
അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഓരോന്നും ഇതുപോലെ പരത്തി ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുന്ന ആ ഒരു പാത്രത്തിലോട്ട് ആ ഒരു തട്ടിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു പ്ലേറ്റിൽ നമ്മളൊന്ന് എണ്ണ തടവി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇത്ര സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ 12 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബാക്കി ഒന്നും കൂടെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ ഇനി ഓൾമോസ്റ്റ് നമുക്കൊരു 8 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, ഈ ഒരു സൈസിലുള്ളത്. അപ്പോൾ അതുപോലെ കറക്റ്റ് പാകത്തിനുള്ള ഫില്ലിങ്ങും ഉണ്ട്. പാകത്തിനാകുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു 18 അല്ലെങ്കിൽ ഒരു 20 എണ്ണം ഈ ഒരു അളവിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. നല്ല ഒരു മോമോസിൻ്റെ ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മോമോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന മോമോസ് നമുക്കിങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല, ഒരു റബ്ബർ പോലെയാണത്. ആ ഒരു ടെക്സ്ചറാണ്. പക്ഷെ നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഞങ്ങൾ കടുമ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടെക്സ്ചറായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് കേട്ടോ നമ്മൾ നല്ലോണം കുഴച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഷെസ്വാൻ ചില്ലി സോസാണ് കേട്ടോ. അപ്പോൾ നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ചട്നിയും മോമോസും. അപ്പോൾ ഈ ഒരു ചട്നീൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇനിയൊരു പ്രാവശ്യം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്